registered pharmacists, welcome to CBD Tech Online Academy. All India Institute of Medical Scienceലേക്കും മറ്റ് സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും ഫാർമസി റിലേറ്റഡ് പോസ്റ്റിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ജനുവരി 2025 ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈമാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഓൺലൈനായിട്ടാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ളത്. എയിംസ് ഫാർമസിസ്റ്റിൻ്റെത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അതിന്റെ ഡേറ്റ് 7/1/2025 മുതൽ 31/1/2025 വരെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷനുള്ള ടൈം. ഇനി ഇതിന്റെ എക്സാം ഡേറ്റും ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. അതായത് ടെന്റേറ്റീവ് ഡേറ്റ് വന്നിട്ടുണ്ട് 26 ഫെബ്രുവരി 2025 ടു 28 ഫെബ്രുവരി 2025 ആണ് എക്സാമിനേഷൻ ഡേറ്റ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇനി ഡിഫറെന്റ് എയിംസിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ESIC അതേപോലെ തന്നെ റിംസ് ഇതിലേക്കൊക്കെ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് നോക്കാം. www.aimsexams.ac.in ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് എയിംസ് ഫാർമസിസ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോ ഇതിന് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരം തന്നെ ആയിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആവും. അതേപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഡേറ്റ്, മന്ത്, ഇയർ അതേപോലെ തന്നെ നിങ്ങളുടെ നേച്ചർ ഓഫ് ദ ഡ്യൂട്ടിയും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം കേട്ടോ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റില്. അതേപോലെ തന്നെ നിങ്ങളുടെ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ NOC സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഏജിന്റെ കൺസേൺ ആയിട്ട് ഓരോ പോസ്റ്റിന്റെ നേർക്കും അതായത് ഏജ് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/ST കാൻഡിഡേറ്റ്സിന് 5 years ഏജ് റിലാക്സേഷനും OBC കാൻഡിഡേറ്റ്സിന് 3 years ഏജ് റിലാക്സേഷനും ഉണ്ട്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് ആണെങ്കിൽ ജനറൽ കാറ്റഗറിക്കും OBC കാൻഡിഡേറ്റ്സിനും 30,000 rupees ആണ് പേയ്മെന്റ് വരുന്നത്. SC/ST കാൻഡിഡേറ്റ്സിനും EWS കാൻഡിഡേറ്റ്സിനും 2,400 rupees ആണ് പേയ്മെന്റ് വരുന്നത് ആപ്ലിക്കേഷൻ ഫീ. ഇതില് SC/ST കാൻഡിഡേറ്റ്സിന്റെ പേയ്മെന്റ് റീഫണ്ടബിൾ ആണ്. പിന്നെ ഇനി ഡേറ്റ് ആൻഡ് സെന്റർ ഓഫ് എക്സാമിനേഷൻ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ഓൾറെഡി ടെന്റേറ്റീവ് ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് 26 ഫെബ്രുവരി ടു 28 ഫെബ്രുവരി 2025. ഇനി ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, CBT എക്സാം ആണ്. അപ്പോൾ അതേപോലെ തന്നെ സെന്റർ ആണെങ്കിൽ എല്ലാ സ്റ്റേറ്റ്സിലും സെന്റർ ഉണ്ടാവുമെന്നാണ് ഇപ്പൊ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 90 minutes ദാറ്റ് മീൻസ് 1.5 മണിക്കൂറിന്റെ എക്സാം ആണ്. 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വെച്ചിട്ടാണ് ഉണ്ടാവുന്നത്. അങ്ങനെ 400 മാർക്കാണ് ടോട്ടൽ വരുന്നത്. ഇതില് ഈ 100 ക്വസ്റ്റ്യൻസില് 75 ക്വസ്റ്റ്യൻസ് ഫാർമസി റിലേറ്റഡ് ആയിരിക്കും. ബാക്കി 25 ക്വസ്റ്റ്യൻസ് ജനറൽ നോളജ്, ആപ്റ്റിറ്റ്യൂഡ് ആസ് വെൽ ആസ് കമ്പ്യൂട്ടർ നോളജ്. ഓക്കെ, സോ അപ്പോ ഇങ്ങനെയാണ് എക്സാമിനേഷന്റെ ആ ഒരു പാറ്റേൺ. ഇനി നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഉണ്ട്. 1/4 നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഉണ്ട്. ദാറ്റ് മീൻസ് 4 എണ്ണം തെറ്റുമ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് നഷ്ടപ്പെടും. ഇനി ഇതിന്റെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മിനിമം ക്വാളിഫയിങ് മാർക്സ് പറയുന്നുണ്ട്. അതായത് ജനറൽ കാറ്റഗറിക്കാർക്കും EWS കാറ്റഗറിയിലുള്ളവർക്കും 40% ആണ് പറഞ്ഞിരിക്കുന്നത്. മിനിമം 40% മാർക്സ് വേണം. അതേപോലെ തന്നെ OBC-കാർക്ക് 35%, SC/ST കാറ്റഗറിക്കാർക്ക് 30% മിനിമം ക്വാളിഫയിങ് മാർക്സ് ആവശ്യമാണ്. ദെൻ ഇനി നമുക്ക് ഏതൊക്കെ പോസ്റ്റ് ആണെന്നുള്ളതാണ്. ഫാർമാകെമിസ്റ്റ്, ഡിസ്പെൻസിങ് അറ്റൻഡന്റ്, ഫാർമസിസ്റ്റ് ഇതെല്ലാമാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി ആണ്. ഫാർമസിസ്റ്റിന്റെ പോസ്റ്റുകൾക്ക് 21 to 27 years ആണ് പറഞ്ഞിരിക്കുന്നത് എയിംസിൽ പൊതുവെ. പക്ഷേ ന്യൂഡൽഹി എയിംസിലും അതേപോലെ തന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും ഈ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, മറ്റത് 27 വയസ്സായിരുന്നു. ഇത് 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതേപോലെ തന്നെ ESIC വിളിച്ചിട്ടുണ്ട്. ESIC-യുടേതാണെന്നുണ്ടെങ്കിൽ 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. തമിഴ്നാട് ESIC ഒക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോർ കീപ്പറിന്റെ പോസ്റ്റ് ആണ്. സ്റ്റോർ കീപ്പറിന്റെ പോസ്റ്റ് DPharm ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അതുപോലെ തന്നെ DPharm പ്ലസ് 3 year എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് സ്റ്റോർ കീപ്പറിന്റെ പോസ്റ്റ്. ഓക്കെ, സോ അപ്പോ
ഈ പോസ്റ്റുകളിലേക്ക് ഫാർമസി റിലേറ്റഡ്, അതായത് നിങ്ങളിപ്പോ RRBക്ക് ഒരുവിധം എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുവാണ് അല്ലെ. അപ്പൊ നല്ലൊരു ചാൻസ് ആണ് വന്നിരിക്കുന്നത്. എയിംസിലേക്ക് നല്ലൊരു പോസ്റ്റ് ആണ്. സോ അപ്പൊ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. വളരെ ഇന്റൻസീവ് ആയിട്ട്, അതായത് വളരെ ടൈം ലിമിറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ ഉപകാരമാണ്. ഇപ്പൊ പഠിച്ചിറങ്ങിയ കുട്ടികൾക്കും ഒരുപാട് പേര് നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു RRB ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ ഇപ്പൊ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു സുവർണ അവസരമാണ് കേട്ടോ. സോ അപ്പോ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. RRB എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണല്ലേ. അപ്പൊ അതുപോലെ തന്നെ എയിംസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് 15/1/2025 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ യു ക്യാൻ കോൺടാക്ട് സിമുലേറ്റർ ഓൺലൈൻ അക്കാഡമി ഫോർ intensive coaching. Our contact number is 9567713183. Thank you.